ഹലോ, വെൽക്കം ടു ഡേ സൊല്യൂഷൻ. ഈ വീഡിയോ നമുക്ക് സാഗിയയിൽ എങ്ങനെ യൂസേഴ്സിന് റോള് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ യൂസേഴ്സ് എന്നുള്ളത് കാണാം. യൂസേഴ്സിൽ റോൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ കറൻ്റ് ഒരു 3 റോൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു റോൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ക്ലോൺ ചെയ്തിട്ട് പുതിയ റോൾ ക്രിയേറ്റ് ചെയ്യണേ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഈ ഒരു റോള് ക്ലോൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു റോൾ നെയിം കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു റോളിലുള്ള ആൾക്ക് മീൻസ് എല്ലാ ആക്സസും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുത്താൽ അവർക്ക് എല്ലാ ആക്സസും ഉണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ ആക്സസ് പോയിന്റ്സ് മീൻസ് സാക്കിയ ബിസിനസ് മാനേജ്മെൻറ്റ് ആപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു മൊബൈൽ ആപ്പാണ്. അപ്പോൾ അതിൽ ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സാക്കിയ പോസ്റ്റിൽ ഇവർക്ക് പെർമിഷൻ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ വേണമെങ്കിൽ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്ക് ഓരോരോ മൊഡ്യൂൾ ബേസിലുള്ള യൂസേഴ്സിന് പെർമിഷൻ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് ഇൻവെൻട്രി ആണ് വരുന്നത്. ഇൻവെൻട്രിയിൽ നമുക്കിവിടെ കാണാം ജസ്റ്റ് ഐറ്റം ആണെങ്കിൽ ഫുൾ ആക്സസ് ആണ്, ഫുൾ ആക്സസ് കൊടുക്കുക. അല്ല ഇവർക്ക് വ്യൂ മാത്രമായി വ്യൂ ചെയ്യാൻ മാത്രം ആക്സസ് കൊടുക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റ്, എഡിറ്റ്, ഡിലീറ്റ്, ഇങ്ങനെ 4 ടൈപ്പിലാണ് നമുക്ക് ഇവർക്ക് ആക്സസ് കൊടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ സെയിൽസ് മൊഡ്യൂളും സെയിൽസിനും അതുപോലെ തന്നെ വരുന്ന പർച്ചേസ് വരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ട്സിൻ്റെ ഒരു റോൾസ് നമുക്ക് സെറ്റ് ചെയ്യാനാണ്. ഇപ്പം ഇതിൽ സെയിൽസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സെയിൽസ് പല ടൈപ്പ് റിപ്പോർട്ട്സ് നമുക്ക് വരുന്നത്, ഒരുപാട് ടൈപ്പ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പം അതിൽ എല്ലാ ആക്സസും വേണമെന്നുണ്ടെങ്കിൽ മീൻസ് വ്യൂ, എക്സ്പോർട്ട്, ഷെഡ്യൂൾ, ഷെയർ, ഇത്രയും നമുക്ക് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് അങ്ങനെ ഓരോന്നും സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യുക, അല്ലാണെങ്കിൽ മൊത്തത്തിലാണെങ്കിൽ ടോട്ടലുള്ള ആക്സസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആക്സസ് കൊടുക്കാനും പറ്റും. ഓക്കെ, അടുത്തതായിട്ട് വന്ന ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിൽ നമുക്ക് സെയിൽസ്, ഇൻവെൻട്രി, പർച്ചേസ് 3 ഡാഷ്ബോർഡുകൾ വരുന്നുണ്ട്. അപ്പം ഇതിൽ ഏതെല്ലാം ഡാഷ്ബോർഡുകളാണ് ഇവർക്ക് വ്യൂ ചെയ്യേണ്ടതുള്ളൊരു ആക്സസ് കൊടുക്കാനുള്ളതാണ്. അടുത്ത ഇ-വേ ബില്ലാണ്. ഇ-വേ ബില്ല് നമുക്ക് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാനും ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പെർമിഷൻ കൊടുക്കാനുള്ളതാണ്. അത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് നമുക്ക് ഇവർക്ക് ജസ്റ്റ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ മാനേജ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത കോൺഫിഗറേഷൻ ആണ്. അതിൽ ഏതെല്ലാം എനേബിൾ ചെയ്യണം എന്നുള്ളതാണ്. ഡാറ്റ ആക്സസ് വരുന്നുണ്ട്. അടുത്ത പോയിന്റ് ഓഫ് സെയിൽ ഇവർക്ക് ഈ റോൾ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഐറ്റത്തിൻ്റെ പ്രൈസ് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈസ് ലിസ്റ്റ് ആഡ് ചെയ്യാം, ഡിസ്കൗണ്ട്, ഐറ്റം ലെവൽ ഡിസ്കൗണ്ട്, ട്രാൻസാക്ഷൻ ലെവൽ ഡിസ്കൗണ്ട് ഒക്കെ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് അലോ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ ആണ്. മീൻസ് നമ്മൾ സെഷനിൽ ക്യാഷ് ഇൻ, ക്യാഷ് ഔട്ട്, ഐറ്റം റിട്ടേൺ ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഇതിനൊക്കെ നമ്മൾ ഈ ഒരു യൂസർക്ക് പെർമിഷൻ കൊടുക്കണേ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ചെക്കൗട്ട് വരുന്നുണ്ട്. ബാക്കി അതേഴ്സ് മീൻസ് ഇതിൻ്റെ പ്രിൻ്റ്, ഡൗൺലോഡ്, അതുപോലെ തന്നെ ക്രെഡിറ്റിൻ്റെ മെനു ഷോ, അടുത്ത അതേഴ്സാണ് വരുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് ഇതിൽ വേണ്ട എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു റോള് ഏത് യൂസർക്കാണോ എന്നുള്ളത് അങ്ങനെ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ റോള് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സേവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏത് യൂസർക്കാണോ എന്നുള്ളത് അവരുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ യൂസേഴ്സ് എന്നുള്ള ആ യൂസേഴ്സിൽ നമുക്കൊരു യൂസറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസറെ മെയിൽ ഐ ഡി, യൂസർ നെയിം, അവർക്ക് ഏത് റോളാണ് കൊടുക്കുന്നത് റോൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ഏതെല്ലാം ബ്രാഞ്ചാണ് അവർക്ക് അലോ ചെയ്യുന്നത്, എല്ലാ ബ്രാഞ്ചിലും അലോ കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ ഞാനൊരു ബ്രാഞ്ച് മാത്രം കൊടുത്ത് അവർക്ക് ഡിഫാൾട്ടായിട്ട് ബ്രാഞ്ച് സെലക്ട് ചെയ്ത് വെക്കണേ, അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് സെൻഡ് ഇൻവൈറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഒരു മെയിലിലോട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു.